السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന മാസത്തിലേക്കാണ് നാം കടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങൾ, ദിവസങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ കാര്യങ്ങളിലും അല്ലാഹുവിനെ ഓർക്കലും അല്ലാഹുവിന് നന്ദി അർപ്പിക്കലും അവന്റെ ബാധ്യതയാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നാം ഏതെല്ലാം ഇബാദത്തുകളുമായി ബന്ധപ്പെടുന്നു, ആ ഇബാദത്തുകളിലെല്ലാം
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധമില്ലാത്ത ഒരു ഇബാദത്ത് പോലും നമ്മളിൽ കാണാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെയാണ് ഓരോ വിഷയങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓതിയതായ സൂറത്തുൽ കൗസർ നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ്. ചെറിയൊരു സൂറത്താണെങ്കിലും ആ സൂറത്തിന്റെ വിശദീകരണവും അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് വലുതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൗസർ നൽകി. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. എന്നാൽ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആ കൗസർ നൽകിയപ്പോൾ അങ്ങയുടെ നാഥന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യണം. ആ പരിശുദ്ധമായ ഖുർആൻ അവിടെ അങ്ങനെ പറഞ്ഞതിന് ശേഷം, കാരണം ഒരു മനുഷ്യന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അല്ലാഹു നൽകുന്നത്, എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത് കൗസറാണ്. ആ കൗസറിന്റെ മഹത്വവും ശ്രേഷ്ഠതയും നമുക്കൊക്കെ അറിയാം. അല്ലാഹു അതിൽ നിന്ന് പാനീയങ്ങൾ കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പവിത്രമായ ആ കൗസർ അല്ലാഹുവിന്റെ റസൂലിന് നൽകിയിട്ട് ഞാനെല്ലാം തികഞ്ഞു, എനിക്കിനി എന്തും പ്രവർത്തിക്കാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിച്ചില്ല. അവിടുന്ന് വീണ്ടും അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നാം എല്ലാം ആയി എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കുള്ളത്. പക്ഷേ നാം ഒന്നുമല്ല എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുമായിട്ടുള്ളതായ മുന്നേറ്റങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടത്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. മറ്റുള്ള ഇബാദത്തുകൾ പോലെയല്ല. ആദരവായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, കാന ഫീ ഹിർസില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ കഅബാലയം ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവന് അല്ലാഹു സംരക്ഷണം കൊടുക്കുകയാണ്. ഹജ്ജ് നിർവഹിക്കുന്നതിന് മുമ്പ് അവനൊന്നും മരണപ്പെട്ടാലോ അവന്റെ പ്രതിഫലം അല്ലാഹുവിങ്കലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഹജ്ജിന് പോകാൻ വേണ്ടി ഒരാൾ ഒരുങ്ങി എല്ലാം റെഡിയായി യാത്രയൊക്കെ നടത്തി, എന്നാൽ ആ ഹജ്ജിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ? അവന്റെ പ്രതിഫലം മുഴുവനും അല്ലാഹുവിങ്കലാണ്. അവനൊന്നും പേടിക്കേണ്ട. വകഅജറുഹു അലല്ലാഹ്, അവന്റെ പ്രതിഫലങ്ങൾ അല്ലാഹുവിങ്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് മാത്രമല്ല, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ അവന്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതാണ് എന്ന്
പരിശുദ്ധമായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടത്. അല്ലാതെ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം എനിക്ക് എന്തും പ്രവർത്തിക്കാം, എന്തും ചെയ്യാം, എന്തും പറയാം എന്നുള്ള ഒരു ചിന്താഗതിയല്ല ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ അവന്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു മാപ്പാക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. വീണ്ടും അവിടുന്ന് പറയുകയാണ്, യഅദിലു 40,000 ഫീമാ സിവാഉ ഫീ സബീലില്ലാഹി. ഹജ്ജിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ദിർഹം അല്ലാഹുവിന്റെ മറ്റു മാർഗങ്ങളിൽ 4 കോടി ദിർഹം ചെലവഴിക്കുന്നതിനോട് തുല്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര ഇരട്ടി പ്രതിഫലമാണ് കിട്ടുന്നത്! ഹജ്ജിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ദിർഹം അല്ലാഹുവിന്റെ മറ്റു മാർഗങ്ങളിൽ 4 കോടി ദിർഹം ചെലവഴിക്കുന്നതിനോട് തുല്യമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതിഫലം എത്രത്തോളമാണ്, അതിന്റെ കൂലി എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ കൂലികളല്ല. അല്ലാഹു യഥാർത്ഥ കൂലിയുടെ ഉടമകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, അതേ രീതിയിലായിരിക്കണം ആ ഹജ്ജ് കഴിഞ്ഞാലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളും എല്ലാം ഉണ്ടാകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആർക്കും ഒരു പ്രയാസമില്ലാത്തൊരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഹജ്ജ് നിർവഹിക്കാനുള്ള ഒരുപാട് വഴികൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ വർഷം പരിശുദ്ധമായ കഅബയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നത് 10,000 ആളുകളാണ്. 10,000 ആളുകളാണ് ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ പോകുന്നത്. എന്നാൽ ഇവിടേക്ക് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ആ വലിയ സന്തോഷങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നാം തട്ടിക്കളയാൻ പാടില്ല. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്ന കാര്യമാണ്, ഹജ്ജുമായി ബന്ധപ്പെടുമ്പോൾ പല ബാധ്യതകളുണ്ടല്ലോ, അതൊക്കെ തീർത്തിട്ട് വേണമല്ലോ ഹജ്ജിന് പോകേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ്. മക്കളെ കെട്ടിക്കാനുണ്ട്, അല്ലെങ്കിൽ മകന് വീട് വെക്കാനുണ്ട്. ഇങ്ങനെയുള്ള പല ചിന്താഗതികളും പല സാധാരണക്കാരുടെ മനസ്സുകളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവിടെയൊന്നും അത് തടസ്സമല്ല. അവിടെ അതൊന്നും തടസ്സമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുന്നുണ്ട്, തടസ്സം നിൽക്കുന്ന രോഗമോ പ്രത്യക്ഷമായ ആവശ്യങ്ങളോ. നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്, തടസ്സം നിൽക്കുന്ന രോഗമോ പ്രത്യക്ഷമായ ആവശ്യങ്ങളോ അക്രമിയായ ഭരണാധികാരിയോ ഇല്ലാത്ത ഒരാൾ കഴിവുണ്ടായിരിക്കെ അവൻ എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് തടസ്സം നിൽക്കുന്ന രോഗമുണ്ട്, അവൻ ഒരിക്കലും തവാഫ് ചെയ്യാൻ പറ്റുന്നില്ല, അവന് ശ്വാസം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല, വേറെ എന്തെങ്കിലും ആ ഇബാദത്തുമായി തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അവന് പോകണ്ട എന്ന് തന്നെയാണ് ശർഅ് പഠിപ്പിക്കുന്നത്. അതുപോലെ പ്രത്യക്ഷമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അക്രമിയായ ഭരണാധികാരിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ പോകും? അവരെ കൊന്നുകളയുമെന്നുള്ള അങ്ങനെയുള്ളതായ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലാത്ത ഒരാള് കഴിവുണ്ടായിരിക്കെ ഇസ്ലാമിലെ ഹജ്ജ് ചെയ്യാതിരുന്നാൽ
ഫലിയമുത്ത് അലാ അയ്യി ഹാലിൻ സാഅ യഹൂദിയൻ ഔ നസ്റാനിയ. പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇസ്ലാമിലെ ഹജ്ജ് ചെയ്യാതിരുന്നാൽ അവൻ ജൂതനോ ക്രിസ്ത്യാനിയോയായി ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ 1, 2, 3 സെന്റ് സ്ഥലങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഫർദ് ഐനായ ഹജ്ജ് കർമ്മം നമുക്ക് നിർവഹിക്കാം, അല്ലെങ്കിൽ ഒരു ഉംറ കർമ്മം നിർവഹിക്കാം. പക്ഷേ നാം അതിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്താ? മോളെ കെട്ടിക്കണം, മോന് വീട് വെക്കണം, മോനക്ക് ജോലി വാങ്ങിക്കൊടുക്കണം, മോക്ക് ജോലി വാങ്ങിക്കൊടുക്കണം. ഇതൊന്നും ഒരിക്കലും ഹജ്ജിന് തടസ്സം വരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങളാണ്. ഒരു രോഗം വന്നു, പെട്ടെന്ന് 7 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെ 5 ലക്ഷം കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ സ്വരൂപിക്കൂലേ? നമ്മൾ സ്ഥലം വിൽക്കൂലേ? എന്നാൽ ഏത് കാര്യത്തിനും ഒരു ആഗ്രഹം, ഒരു റഗ്ബത്ത് ഉണ്ടാകുമ്പോഴാണ് അവിടെ ആ മനുഷ്യന് ഇബാദത്തിലുള്ള ആ ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അത് ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലാഹു അവന് കഴിവ് കൊടുത്തിട്ട് ആ മനുഷ്യൻ അവൻ ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ, മുത്തുനബി പറയാണ്, ക്രിസ്ത്യാനിയോ ജൂതനോ ആയി ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമുക്കൊക്കെ എത്ര സൗകര്യങ്ങളുണ്ട്. ഒരു ഉംറ പോലും ചിലപ്പോൾ പ്രിയപ്പെട്ട ഭാര്യക്ക് എന്ത് ചെയ്യണം? ഉംറ നിർവഹിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല, അതിന് വലിയ ആഗ്രഹം കൊടുക്കുന്നില്ല. ചിലപ്പോൾ ഭാര്യ പറയും, എന്റെ കയ്യിൽ കിടക്കുന്ന മാലയോ അല്ലെങ്കിൽ എന്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ വിറ്റുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോലും അതിലേക്ക് ഒരു ആഗ്രഹം കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കൽബിന്റെ അകത്തളങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട ഈമാനിന്റെ പ്രഭ ഇല്ല എന്ന് തന്നെയാണ്. ഒരു ഉംറ ചെയ്യുക, കഅബ കാണുക, റസൂലുള്ളാഹിയുടെ സവിധത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു സന്തോഷമാണ്, വലിയൊരു ആഗ്രഹമാണ്. അല്ലാഹു നമുക്ക് പോകാനും അതെല്ലാം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉംറയും അതുപോലെ തന്നെ ഹജ്ജും അതൊക്കെ ധാരാളം കൂലികളാണ് നമുക്ക് നൽകുന്നത്. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു, എന്താ? ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള സമയം, അതിനിടയിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അതുകൊണ്ട് മബ്റൂറായ ഹജ്ജ് അത് നമ്മൾ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മബ്റൂറായ ഹജ്ജ് എന്നതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത്, കുറ്റങ്ങളൊന്നും കലരാത്ത ഹജ്ജ്. ഒരു കുറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ഈ വർഷം ഹജ്ജിന് പോകുന്നവരുണ്ടാകും,
ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കുറ്റങ്ങളൊന്നും കലരാത്ത ഹജ്ജ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നാം ഹജ്ജ് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ ഹജ്ജിന്റെ കാലഘട്ടങ്ങളിൽ, അവരുടെ ആ സമയങ്ങളിൽ വല്ല കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ എന്ന് സ്വന്തം വിലയിരുത്തിയാൽ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുറ്റങ്ങളൊന്നും കലരാത്ത ഹജ്ജ്. രണ്ടാമത്തത് സ്വീകരിക്കപ്പെട്ട ഹജ്ജ്. ഇതൊക്കെ മബ്റൂറായ ഹജ്ജിന്റെ വ്യാഖ്യാനങ്ങൾ മഹാന്മാർ പറഞ്ഞിരുന്നതാണ്. മൂന്നാമത് ജനങ്ങളെ കാണിക്കാനോ പ്രശസ്തിക്ക് നേടാനോ വേണ്ടിയല്ലാത്ത ഹജ്ജ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിങ്ങനെയൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹജ്ജ് മബ്റൂറല്ല, നമ്മുടെ ഉംറ മഖ്ബൂലല്ല, നമ്മുടെ സിയാറത്ത് മർദിയല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ, അതാണ് നേരത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൗസർ കൊടുത്തിട്ട് റസൂലുള്ളാഹി ഞാൻ എല്ലാം ആയി എന്ന് പറഞ്ഞില്ല. ഒന്നുമില്ല. വീണ്ടും നബി എന്താണ് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിസ്കാരങ്ങളും അതുപോലെയുള്ള ഇബാദത്തുകളുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നേറുകയാണ് ചെയ്തത്. എന്നാൽ ആ ഒരു പാരമ്പര്യവും ആ ഒരു രീതിയാണ് ലോകാവസാനം വരെയുള്ള ഓരോ സത്യവിശ്വാസികൾക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ അമലുകളൊന്നും സ്വീകരിക്കുകയില്ല. കാരണം നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ഈ നിസ്കാരം അതുപോലെ നമ്മൾ ഹജ്ജ് നിസ്കരിക്കുന്നുണ്ട്, മറ്റുള്ള ഇബാദത്തുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അതെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഓരോ ചിന്തകളും നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഒരു അമലും സ്വീകരിക്കുന്നില്ല. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, എത്ര നിസ്കരിക്കുന്ന ആളുകളാണ്, പക്ഷേ ഒരു പ്രതിഫലവുമില്ല. നിസ്കാരം എപ്പോൾ നിസ്കരിക്കുന്നുണ്ട്, ജമാഅത്തിലൊക്കെ ഉണ്ട്, പക്ഷേ അതിലൊരു കൂലി. കാരണം എന്താ? അവന്റെ നാവുകളെ അവൻ അടക്കിയിടുന്നില്ല, അവന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ അവൻ സൂക്ഷിക്കുന്നില്ല. ഇവിടേക്കാണ് നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഓരോ അമലുകളിലും നാം ശരിക്കും ഇഖ്ലാസ്, നമ്മുടെ ജീവിതത്തെ നാം ശരിക്കും ചിട്ടപ്പെടുത്തണം, അല്ലാതെ ഒരു അമലും സ്വീകരിക്കുകയില്ല. അതുപോലെ മറ്റൊരു ഹദീസിൽ ഹബീബായ തങ്ങൾ പറയാണ്, മൻ ഹജ്ജ ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ബുഖാരിയുടെ ഹദീസ് അല്ലേ, എന്താ പറഞ്ഞത്? ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുകയും, മൻ ഹജ്ജ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുകയും, വലം യർഫസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി, അങ്ങനെ ഹജ്ജ് നിർവഹിക്കുകയും അശ്ലീലങ്ങൾ പ്രവർത്തിക്കുകയോ തെമ്മാടിത്തരം കാണിക്കുകയോ ചെയ്യാതിരിക്കുകയും ചെയ്താൽ മാതാവ് പ്രസവിച്ച ദിവസം പോലെ അവൻ പാപമോചിതനാകുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഇത്ര ഗൗരവമുള്ള കാര്യങ്ങൾ. ഒരു മാതാവ് പ്രസവിച്ച കുട്ടിയുടെ അവസ്ഥ എന്താ നമുക്കൊക്കെ അറിയാം. നമുക്ക് മക്കളുണ്ടായിട്ടുണ്ട്, നമ്മുടെ മക്കളുടെ മക്കൾക്ക് മക്കളുണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞ് പ്രസവിച്ച് വരുമ്പോൾ എല്ലാ പാപത്തിൽ നിന്നും ശുദ്ധമാണ്. എന്നാൽ ഒരു ഹാജി ഹജ്ജ് കഴിഞ്ഞു വന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാതാവ് പ്രസവിച്ച ദിവസം പോലെ അവൻ പാപമോചിതനാണ്. പിന്നെ 2000-ലായിരിക്കും ഹജ്ജ് ചെയ്തത്. 2001 ആ ഹാജിയെ സംബന്ധിച്ചിടത്തോളം 1 വയസ്സായിട്ടുള്ളൂ. 2002 2 വയസ്സായി. കാരണം എന്താ? ഒരു കുട്ടിയുടെ, ഒരു ചെറിയ ശിശുവിനെ പോലെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാണ്.
പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓരോ ഇടങ്ങളിലും നമുക്ക് കാണാൻ ഇടയാകുന്നത്, ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാത്തിനും ലൈസൻസ് കിട്ടി, എനിക്ക് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്നുള്ള ഒരു ധാരണയാണ്. അല്ലെങ്കിൽ ഒരു ഉംറ കഴിഞ്ഞ് വന്നു, എനിക്കെന്തും പറയാം, ഞാനാണ് നേതൃത്വം എന്നുള്ള രീതിയിൽ പല ആളുകളുടെയും പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും സംസാരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഹജ്ജുമയെ സംബന്ധിച്ചിടത്തോളം വലിയ പവർ അവർക്കുണ്ട്, വലിയ പവർ അവർക്കുണ്ട്. അതാരാ പഠിപ്പിച്ചത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല. അപ്പൊ ആ മനുഷ്യന്റെ മബ്റൂറായ ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന ആ ഹജ്ജുണ്ടല്ലോ, അതിന് സ്വർഗം അവന് ഫർള് തന്നെയാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഉംറയുമായി ബന്ധപ്പെട്ട് അതൊരു കളിയല്ല, തമാശയല്ല, അത് സൂക്ഷ്മതയുടെ വലിയ നിറകുടങ്ങളാണത്. അതല്ലേ മുൻഗാമികളായ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും, അവരൊക്കെ എല്ലാ പരിപാടികളും കഴിഞ്ഞ്, കാരണം അവർക്ക് പേടിയാ. കാരണം ആ കാലഘട്ടത്തിൽ ഇത്ര വലിയ ബിസിനസ്സും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഉപ്പമാർ കൃഷിയാണ്. ആ കൃഷിയൊക്കെ ചെയ്തില്ല. അവസാനം പിന്നെ അവര് ഹജ്ജൊക്കെ കഴിഞ്ഞു വന്ന പിന്നെ കൂടുതൽ കൃഷിയിടങ്ങളിലേക്കൊന്നും പോകാൻ അവർ തയ്യാറാകുകയില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹം മീൻ കച്ചവടക്കാരനായിരുന്നു. മീൻ കച്ചവടക്കാരൻ ഹജ്ജൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ, അന്ന് എനിക്ക്, ഞാൻ ഓർക്കുന്നു, 10 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അദ്ദേഹം പിന്നെ കച്ചവടത്തിനൊന്നും പോകുന്നില്ല. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇക്ക് മീൻ കച്ചവടത്തൊന്നും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് വളരെ പുഞ്ചിരിയോടെ സന്തോഷത്തോടു കൂടി പറയാണ്, ഞാനൊരു കച്ചവടത്തിന് പോകുന്നില്ല, ഒരുപാട് കച്ചവടങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോ ആ കച്ചവടങ്ങളിലൊക്കെ ഒരുപാട് തകരാറുകളൊക്കെ വന്നപ്പോൾ ഇനിയും അങ്ങനെ എന്തിലൊക്കെ വന്നു പോകുമെന്ന് പേടിച്ച് ഇൻഷാ അല്ലാഹ് ഇനി മക്കളൊക്കെ തരുന്നത് കൊണ്ട് ജീവിച്ച് എങ്ങനെയും മരണപ്പെട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ട മാതാവും ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു പിതാവ് പറഞ്ഞ കാര്യമാണ്. ഓർക്കണം അവരുടെ സൂക്ഷ്മ എത്രത്തോളമാണെന്ന്. ഇന്നെങ്ങനെയാണോ ഹറമിൽ ചെന്നാൽ അപ്പൊ തന്നെ വിളിക്കും, എന്തായി നാട്ടിലെ വിശേഷങ്ങള്, എന്തായി ബിസിനസ്, എന്തായി കച്ചവടങ്ങൾ, എന്തായി, അപ്പൊ അവിടെ എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യം. നമ്മുടെയൊക്കെ ഇഖ്ലാസ് എല്ലാ ഇടങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നവരാ, പക്ഷേ ആ ഇബാദത്തിൽ ഒരു ലബ്ധത്തുമില്ലാതെ മാറുന്ന ഒരു അവസ്ഥയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സൂക്ഷ്മത എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മോശമായ ഒരു സംസാരത്തിലേക്കോ, ഒരു അശ്ലീലങ്ങളിലേക്കോ, ഒരു തെമ്മാടിത്തരങ്ങളിലേക്കോ ഒരു ഹാജിയും പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അവരുടെ അമലുകളൊക്കെ നഷ്ടപ്പെടാൻ അത് കാരണമാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞില്ലേ, ഹാജി എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അല്ലാഹുവേ, ഹാജിമാർക്കും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? എന്താ? ഹാജിമാർക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരെല്ലാം ഇവിടെ നിന്ന് ഒരു ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നുവോ ആ ഹാജിമാർക്ക് വേണ്ടി പോകാത്ത നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഇന്നാലിന്റെ സഹോദരനും സഹോദരിക്കും നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ അമലുകളും ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആക്കണം. ഇത് ആരെ പഠിപ്പിച്ചത്? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ റസൂൽ തന്നെ പറയാണ്, വലിമൻ ഇസ്തഗ്ഫറ ലഹു,
അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നവർക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരന്നാലും നമ്മുടെ പാപം പൊറുക്കാൻ അത് കാരണമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നാം മനസ്സിലാക്കണം. അപ്പോൾ ഹജ്ജ് എന്നുള്ളത്, ഉംറ എന്നുള്ളത്, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യല്, അതൊക്കെ ഒരു മുഅ്മിനിന്റെ ജീവിതത്തില് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷങ്ങൾ നേടിയെടുക്കാൻ നാം അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ എല്ലാം നടക്കും. അതുപോലെ അത് കഴിഞ്ഞു വന്നാലോ നല്ല സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതവുമായി ബന്ധപ്പെടണം. നമുക്ക് സ്വർഗം അല്ലാഹു നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ മോശക്കാരായാലോ ആ സ്വർഗം നമുക്ക് കിട്ടാതെ പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ നന്മയും ജീവിതത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.